ഐഡന്റിഫൈ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ്. ഹലോ, എൻ്റെ പേര് ഷീന. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മോഡ്യൂളിൽ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവുകൾ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം. ഈ പരിശീലനത്തിന്റെ ഒടുവിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ ഇന്റേണലും എക്സ്റ്റേണലുമായ ഭാഗങ്ങളുടെ പേരുകൾ പഠിക്കാനും തിരിച്ചറിയാനും സാധിക്കും. ഇപ്പോൾ ഈ പരിശീലനം ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ, മെറ്റീരിയലുകൾ, ഉപകരണങ്ങൾ എന്നിവ എന്താണെന്ന് നോക്കാം. ആവശ്യമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ സാമഗ്രികൾ: സ്ക്രൂ ഗേജ് 150ന്റെ ഒരെണ്ണം, അഡ്ജസ്റ്റബിൾ റെഞ്ച് 250ന്റെ ഒരെണ്ണം, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ഒരെണ്ണം, ഗേജ് മാനിഫോൾഡ് ഒരെണ്ണം, ഡബിൾ എൻഡ് സ്പാനർ സെറ്റ് ഒരെണ്ണം, ഹാലൈഡ് ടോർച്ച് ഒരെണ്ണം. ആവശ്യമായ വസ്തുക്കൾ: കണ്ണട ഒരെണ്ണം, വൃത്തിയുള്ള തുണി ആവശ്യാനുസരണം, ചാർജിംഗ് ലൈനുകൾ ഒരെണ്ണം. റെഫ്രിജറേഷൻ സംവിധാനങ്ങൾക്കുള്ളിലെ റെഫ്രിജറന്റ് ഒഴുക്ക് നിയന്ത്രിക്കുന്നതിൽ എക്സ്പാൻഷൻ വാൽവുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ലിക്വിഡ് റെഫ്രിജറന്റിനെ ഉയർന്ന മർദ്ദത്തിൽ നിന്ന് താഴ്ന്ന മർദ്ദത്തിലേക്ക് മാറ്റാൻ അവ സഹായിക്കുന്നു. ഇത് കണ്ടൻസിംഗ് യൂണിറ്റിൽ നിന്ന് ബാഷ്പീകരണത്തിലേക്ക് മാറ്റുന്നു. ഓട്ടോമാറ്റഡ് എക്സ്പാൻഷൻ വാൽവ് AXV തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവുമായി TSV നിർമ്മാണത്തിലും രൂപത്തിലും സമാനതകൾ പങ്കിടുന്നു. കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവുകൾ എന്നും അറിയപ്പെടുന്ന ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവുകൾ തണുപ്പിക്കൽ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ യൂണിറ്റുകൾക്കുള്ളിലെ റെഫ്രിജറന്റ് മർദ്ദം നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അവ ഇവോപ്പറേഷനിലേക്ക് ലിക്വിഡ് റെഫ്രിജറന്റിനെ ഒഴുക്ക് നിയന്ത്രിക്കുന്നു. ദ്രാവകത്തിൽ നിന്ന് വാതകത്തിലേക്കുള്ള പരിവർത്തനത്തിന് മർദ്ദം സ്ഥിരമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നു. ഇവോപ്പറേഷനുള്ളിലെ ലോഡ് പരിഗണിക്കാതെ തന്നെ പ്രഷർ സെൻസിംഗ് ഉപകരണം ഉപയോഗിച്ച് പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനായി ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് സ്ഥിരമായ മർദ്ദം നിലനിർത്തുന്നു. ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ സവിശേഷതകൾ: ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ഇവോപ്പറേഷനുള്ളിൽ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥിരമായ മർദ്ദത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നു. ഇത് പ്രഷറിൽ പ്രവർത്തിക്കുന്ന ബെല്ലോകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. സ്ഥിരമായ തണുപ്പിക്കൽ ആവശ്യങ്ങൾക്കുള്ള മെഷീനുകളും റെഫ്രിജറന്റുകളും സാർവത്രികമായി ഇത്തരത്തിലുള്ള വാൽവ് ബാധകമാണ്. അതിന്റെ ഡിസൈൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. മിതമായ തണുപ്പിക്കൽ സജ്ജീകരണങ്ങളിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നു. മാത്രമല്ല, ഇത് ചെലവ് കുറഞ്ഞതുമാണ്. ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ പോരായ്മകൾ: എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനുകളിൽ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അതിന്റെ പ്രായോഗിക ഉപയോഗത്തെ തടയുന്ന രണ്ട് പ്രധാന പരിമിതികളെ അഭിമുഖീകരിക്കുന്നു. റെഫ്രിജറേഷൻ ലോഡ് കുറയുന്നു. റെഫ്രിജറേഷൻ ലോഡ് കുറയുമ്പോൾ ഇവോപ്പറേഷൻ പ്രഷർ കുറയുന്നു. തൽഫലമായി പ്രീസെറ്റ് പ്രഷർ സെറ്റിംഗുമായി പൊരുത്തപ്പെടുന്നതിന് ഇവോപ്പറേഷൻ പ്രഷർ ഉയർത്താനുള്ള ശ്രമത്തിൽ വാൽവ് പൂർണ്ണമായും തുറക്കുന്നു. ഇത് കംപ്രസറിലേക്ക് ദ്രാവക റെഫ്രിജറന്റിന്റെ അനാവശ്യ ഫ്ലഡിങ്ങിനു കാരണമാകാം. ഇത് കംപ്രസറിന് ഗുരുതരമായ കേടുപാടുകൾ വരുത്തുന്നു. വർദ്ധിച്ച റെഫ്രിജറേഷൻ ലോഡ് നേരെ മറിച്ച് റെഫ്രിജറേഷൻ ലോഡ് വർദ്ധിക്കുമ്പോൾ ബാഷ്പീകരണ മർദ്ദം വാൽവിന്റെ മർദ്ദ ക്രമീകരണത്തിന് മുകളിൽ ഉയരുന്നു. വാൽവിന്റെ പ്രീസെറ്റ് പ്രഷർ സെറ്റിംഗുമായി വിന്യസിക്കാൻ ബാഷ്പീകരണ മർദ്ദം കുറയുന്നതുവരെ വാൽവ് അടയ്ക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നു. പ്രധാനമായും റെഫ്രിജറന്റിന്റെ ബാഷ്പീകരണത്തെ സ്റ്റാർവ് ചെയ്യുന്നു. നിങ്ങൾ ഒരു AEVയെ എങ്ങനെ തിരിച്ചറിയും? AEVയെ അതിന്റെ പ്രവർത്തന തത്വവും ആന്തരിക ഭാഗങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിന്റെ പ്രവർത്തന തത്വം: സ്പ്രിംഗ് മർദ്ദം, ഡയഫ്രത്തിലെ അന്തരീക്ഷ മർദ്ദം എന്നിവയുടെ പ്രതിപ്രവർത്തനത്തിലൂടെയാണ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് പ്രവർത്തിക്കുന്നത്. ഇത് അതിനെ താഴേക്കിറങ്ങാൻ കാരണമാകുന്നു. തൽഫലമായി സൂചി താഴേക്ക് നീങ്ങുന്നു. സീറ്റിൽ നിന്ന് അകലെ വാൽവ് തുറക്കുന്നു. ഇതിന് വിപരീതമായി ഇവോപ്പറേഷൻ പ്രഷർ ഡയഫ്രത്തിൽ മുകളിലേക്കായി ബലം ചെലുത്തുന്നു. ഇത് സൂചി സീറ്റിന്റെ ഭാഗത്തേക്കായി നീങ്ങുവാൻ പ്രേരിപ്പിക്കുകയും അതുവഴി വാൽവ് അടയ്ക്കുകയും ചെയ്യുന്നു. സാധാരണ പ്രവർത്തന സമയത്ത് വാൽവ് ഇവോപ്പറേഷൻ പ്രഷറിലും സ്പ്രിംഗ് മർദ്ദത്തിനും ഇടയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. റെഫ്രിജറന്റ് പ്രവാഹം സുഗമമാക്കുന്നതിന് സ്ഥിരമായ വാൽവ് തുറക്കൽ ഉറപ്പാക്കുന്നു. സ്പ്രിംഗ് മർദ്ദം അനുസരിച്ച് സജ്ജമാക്കുക. ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് സ്ഥിരമായ ഇവോപ്പറേഷൻ പ്രഷർ യാന്ത്രികമായി നിലനിർത്തുന്നു. സ്ഥിരമായ പ്രഷർ വാൽവ് ഘടിപ്പിച്ച റെഫ്രിജറേഷൻ പ്ലാന്റ് അടച്ചുപൂട്ടുമ്പോൾ ബാഷ്പീകരണത്തിലെ ശേഷിക്കുന്ന റെഫ്രിജറന്റ് മർദ്ദം സൃഷ്ടിക്കുന്നു. വാൽവ് അടച്ച് സൂക്ഷിക്കുന്നു. പ്ലാന്റ് പുനരാരംഭിക്കുമ്പോൾ ഇവാപറേഷൻ പ്രഷർ കുറയുന്ന വേളയിൽ നിരന്തരമായ പ്രഷർ എക്സ്പാൻഷൻ വാൽവ് വീണ്ടും തുറക്കുന്നു.
ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിലെ ഘടകങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ ദൗത്യം. നിയുക്ത വർക്ക് ടേബിളിൽ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് സുരക്ഷിതമായി സ്ഥാപിക്കുക. ചിത്രം 1-ൽ കാണിച്ചിരിക്കുന്നത് പോലെ അതിന്റെ വിവിധ ഘടകങ്ങളെ വേർതിരിച്ചറിയാൻ AEV സൂക്ഷ്മമായി പരിശോധിക്കുക. കൃത്യതയും വിശദാംശങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് നൽകിയിരിക്കുന്ന ഫോർമാറ്റിൽ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ സൂക്ഷ്മമായി രേഖപ്പെടുത്തുക. ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവുകളുടെ വിവിധ ഭാഗങ്ങൾ ഇവയാണ്: അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ, കൺട്രോളിംഗ് സ്പ്രിംഗ്, അഡ്ജസ്റ്റ്മെന്റ് സ്പ്രിംഗ് ഡയഫ്രാം, പുഷ് റോഡ്, നീഡിലും സീറ്റും, വാൽവ് സീറ്റ്, വാൽവ് സ്ട്രെയിനർ, കണ്ടൻസറിൽ നിന്നുള്ള ലിക്വിഡ് റെഫ്രിജറന്റ്, ഇവാപറേഷനിലേക്ക് ലിക്വിഡ് റെഫ്രിജറന്റ്. എക്സ്പാൻഷൻ വാൽവ് പരിശോധിക്കുന്നതിനായി എയർ കണ്ടീഷനിംഗ് യൂണിറ്റ് കണ്ടെത്തുക. എക്സ്പാൻഷൻ വാൽവ് ഇൻഡോർ യൂണിറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യാൻ സാധ്യതയുണ്ട്. എയർ കണ്ടീഷനിംഗ് പവർ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഒരു ഗാർഹിക ക്രമീകരണത്തിൽ പവർ ഓണാണെന്നും എയർ കണ്ടീഷനിംഗ് യൂണിറ്റ് അനുയോജ്യമായ പവർ ഔട്ട്ലെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും പരിശോധിക്കുക. എയർ കണ്ടീഷണർ ഓൺ ആക്കുക. എയർ കണ്ടീഷണറിനെ നിയന്ത്രിക്കുന്ന തെർമോസ്റ്റാറ്റ് കണ്ടെത്തി അതിനെ ഓൺ സ്ഥാനത്തേക്ക് സജ്ജമാക്കുക. എയർ കണ്ടീഷണർ അതിന്റെ പരമാവധി ക്രമീകരണത്തിലേക്ക് ക്രമീകരിക്കുക. കൂളിംഗ് യൂണിറ്റിലേക്ക് പ്രവേശനം നേടുന്നതിന് വിഘാതമായ ഏതെങ്കിലും കവറുകൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക. കൂളിംഗ് യൂണിറ്റിനുള്ളിൽ എക്സ്പാൻഷൻ വാൽവ് തിരയുക. എക്സ്പാൻഷൻ വാൽവുകളുടെ വിപുലമായ ശ്രേണി ലഭ്യമാണെങ്കിലും സെൻസിംഗ് ബൾബുകളുള്ള മിക്കവയും വശത്ത് നിന്ന് നീണ്ടു നിൽക്കുന്ന നോസിലും മുകളിൽ ഒരു ഡിസ്കും സോസറും ഉള്ള സിലിണ്ടറിനോട് സാമ്യമുള്ളതാണ്. സെൻസിംഗ് ബൾബ് സാധാരണയായി ഒരു വയർ വഴി ഡിസ്കിന്റെ മുകളിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. ബൾബിൽ നിന്ന് സെൻസിംഗ് ബൾബ് നന്നായി വേർതിരിച്ചെടുക്കുക. സെൻസിംഗ് ബൾബ് നീക്കം ചെയ്യുന്നതിനുള്ള രീതി എയർ കണ്ടീഷണറിന്റെ മിക്കവാറും എല്ലാ നിർമ്മാണത്തിനും മോഡലുകൾക്കും വ്യത്യസ്തമായിരിക്കും. എക്സ്പാൻഷൻ വാൽവിന്റെ മുകളിൽ നിന്ന് ബൾബ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ലൈൻ കണ്ടെത്തുക. ചില സമയങ്ങളിൽ ബൾബ് ഘടിപ്പിച്ചിരിക്കുന്ന ലൈനിലെ ഇൻസുലേഷൻ നീക്കം ചെയ്യുകയും ബൾബ് ബ്രാക്കറ്റിൽ നിന്ന് സ്ലൈഡ് ചെയ്യുകയും വേണം. സെൻസിംഗ് ബൾബ് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ മുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിടിക്കുക. എക്സ്പാൻഷൻ വാൽവ് സജീവമാകുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിന് സെൻസിംഗ് ബൾബിന്റെ താപനില ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. ഒരു കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിൽ വയ്ക്കുക എന്നതാണ് എളുപ്പവഴി. 15 മിനിറ്റ് കാത്തിരിക്കുക. എക്സ്പാൻഷൻ വാൽവ് ഇടപഴകാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നോ കപ്പ് വെള്ളത്തിൽ നിന്നോ ഉള്ള ചൂട് കാരണമാകും. ഇതിന് കുറച്ച് സമയമെടുക്കും. അതിൽ ഊഷ്മാവ് നിലനിർത്തുകയും 15 മിനിറ്റ് മുഴുവൻ അങ്ങനെ ചെയ്യുന്നത് തുടരാൻ തയ്യാറാകുകയും ചെയ്യുക. ഇവോപ്പറിൽ നിന്നുള്ള ശീതീകരണ പ്രവാഹം ശ്രദ്ധിക്കുക. വിപുലീകരണ വാൽവ് ഇടപഴകുന്ന സമയത്ത് അതിന്റെ ശബ്ദം കേൾക്കുകയും തത്സമയം സിസ്റ്റത്തിലൂടെ റെഫ്രിജറന്റ് ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും. 15 മിനിറ്റിനുള്ളിൽ അത് ഇടപഴകുന്നതായി നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിപുലീകരണ വാൽവ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ പരിശീലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് എന്താണ് ഒരു ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ്, ഈ AEVയുടെ പ്രവർത്തന തത്വം, ആവശ്യ സവിശേഷതകളും പരിമിതികളും അതിന്റെ ആന്തരിക ഘടകങ്ങളും. അങ്ങനെ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവുകൾ തിരിച്ചറിയാൻ നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ പരിശീലനം ചെയ്യുക. നന്ദി.